അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നലെ നമ്മൾ മദീനയിൽ നിന്ന് കേട്ട വാർത്ത വളരെ പ്രയാസപ്പെടുത്തുന്നതാണ്. ഉംറക്ക് പോയ 45 ആളുകൾ മരണപ്പെട്ട ഒരു വാർത്ത. അതിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 3 മരക്കമ്പുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടാൻ, എന്നിട്ട് 2 അടുത്തടുത്ത് നാട്ടാൻ. 3-ാമത്തെ കമ്പ് റസൂലുള്ളാഹി കുറച്ച് അകലെയായിട്ട് നാട്ടാൻ. എന്നിട്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ 1-ാമത്തെ കമ്പ് എന്ന് പറഞ്ഞാൽ അത് ഹാദൽ ഇൻസാൻ, അത് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാരാണ്. 2-ാമത്തെ കമ്പ് എന്ന് പറയുന്നത് വഹാദൽ അജൽ, അത് നമ്മുടെ അവധിയാണ്, നമ്മുടെ മരണമാണ്. 3-ാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകലെ നാട്ടിയ കമ്പ് ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വഹാദൽ അമൽ, ഇത് നമ്മുടെ പ്രതീക്ഷകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ പുലരുന്നതിന് മുമ്പ് മരണം നമ്മളെ റാഞ്ചിയെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഓരോ പ്രതീക്ഷകൾക്ക് പുറത്താണ്. നന്നായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം, കാറ് വാങ്ങണം, വീട് വെക്കണം, മക്കളെ കെട്ടിച്ചയക്കണം എന്ന പ്രതീക്ഷകൾക്ക് പുറത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. റസൂൽ പറയാണ്, ഈ പ്രതീക്ഷകൾ പുലരുന്നതിന് മുമ്പ് മരണം നിങ്ങളെ റാഞ്ചിയെടുക്കും കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മരണത്തിന് സമയമില്ല, പ്രായമില്ല, സമ്പത്തില്ല, അധികാരമില്ല. ഏത് സമയത്തും എവിടെ വച്ചും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, വരാനിരിക്കുന്ന പരലോകമാണ് ആത്യന്തികമായ ജീവിതം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മരണത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.